friends, welcome to Neha Food Stories. I am Shahruba. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈദ് സ്പെഷ്യൽ റൈസ് റെസിപ്പിയായ സുർബിയാനാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു അറബിക് റൈസ് ആണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ മലപ്പുറത്ത് ഇപ്പോൾ എല്ലാ ഹോട്ടലുകളും ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന റൈസാണ് സുർബിയാൻ. സുർബിയാൻ ബിരിയാണി എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അവരോട് തന്നെ ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നത് എങ്ങനെയാണ് ബീഫ് സുർബിയാൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം, എങ്ങനെയാണ് ബീഫ് സുർബിയാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബീഫ് സുർബിയാൻ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ സെല്ലാർ റൈസ് ആണ് കേട്ടോ. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി എടുത്തതാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൊസമ്പിയുടെ തൊലിയാണ്. അപ്പോൾ ഇതിന്റെ തൊലി മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന്. പിന്നെ വലിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ഒരു ബേ ലീഫ്, 4 ഗ്രാമ്പു, 5 ഏലക്ക, ഒരു ചെറിയ തക്കോലം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഉണക്കനാരങ്ങ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ റൈസൊക്കെ വിട്ട് നിന്നോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ ഒരു 1/4 വേവാകുമ്പോൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് ഉപ്പ് ചേർക്കണം. അപ്പൊ ഇനി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 വേവാകുമ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ റൈസ് ഇപ്പൊ ഇവിടെ കുക്കായിട്ടുണ്ട്. നമ്മൾ റൈസ് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടി വരുന്നൊരു പരുവത്തിലാണ് ഇത് ഊറ്റിയെടുക്കേണ്ടത്. റൈസ് ഊറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഇതിലുള്ള മൊസമ്പിയുടെ സ്കിന്നൊക്കെ മാറ്റണം കേട്ടോ. അപ്പൊ റൈസ് എല്ലാം ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പൊ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പാണ്. അപ്പൊ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അറബിക് സുർബിയാനിൽ അവർ ബദാമൊക്കെയാണ് ചേർക്കാറ്. പിന്നെ ഇത് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫ്രൈ ചെയ്യാതെ നമ്മൾ ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ ഇട്ടാലും മതി. ഇനി കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. റൈസ് കുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ബീഫൊക്കെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ എണ്ണയിലേക്ക് ഇനി നമുക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇനി ഇത് മാറ്റി വെക്കാം. ബീഫ് സുർബിയാൻ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ കുക്കറിലിട്ടാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബീഫ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ 2 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ബീഫ് കുക്കാവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. ഒരു 8-9 വിസിൽ വരുന്നത് വരെയൊക്കെ കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ ബീഫ് വേവുന്നത് ആ ഒരു കണക്കിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഇനി നമ്മൾ സുർബിയാൻ ഉണ്ടാക്കുന്ന ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം.
അപ്പൊ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഏലക്കി, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു ബേ ലീഫ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നെടുകെ കീറിയത് എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ പച്ചച്ചൊവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പൊ തക്കാളി ഒന്ന് കുക്കാവുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കാട്ടോ. പിന്നെ 4 ടീസ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഇത്രയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മൾ ലാസ്റ്റ് പിന്നെ ചോറിൽ ചേർക്കുന്നുണ്ട് കളർ കിട്ടാനായിട്ട്, അപ്പൊ ചേർത്താലും മതി. അപ്പൊ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചൊവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫ് കുക്ക് ചെയ്ത ഗ്രേവിയോട് കൂടി വേണം കേട്ടോ നമ്മൾ പാനിലേക്ക് ചേർക്കാൻ. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസും ബീഫും ഒക്കെ ഒരേ സമയം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ ബീഫ് മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റൈസിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ റെഡ് കളർ ആവശ്യമുള്ളവർക്ക് റെഡ് കളർ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുസമ്പിയുടെ സ്കിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആവും കേട്ടോ നമ്മൾ ഈ മുസമ്പി ഒക്കെ ചേർത്ത് കഴിഞ്ഞാല്. ശരിക്കും സുർബിയാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുസമ്പിന്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ദം ചെയ്യുമ്പോൾ ചേർക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത്. വറുത്തെടുത്ത സവാള, അതുപോലെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക. പുതിനയില ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി, പിന്നെ നെയ്യാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്ന കൂട്ടത്തിൽ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നോളും. ഇനി ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചതൊന്ന് കവർ ചെയ്യുക, ആവി പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നന്നായി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആവിയൊന്നും പുറത്തു പോവില്ല. ഇനിയിപ്പോ ഇതിന്റെ അടപ്പ് വെച്ചത് നന്നായി ഒന്ന് മൂടി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അടി പിടിക്കുന്ന പേടിയുള്ളവർക്ക് അടിയിൽ ഒരു പാൻ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പൊ ഇതിന്. അപ്പൊ നമ്മുടെ മുസമ്പിയുടെ സ്കിന്നൊക്കെ നമുക്ക് ഇനി ഇതിന്ന് മാറ്റാം. അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത് കാരണം നല്ല യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട് റൈസിന്. നമ്മുടെ സുർബിയ റൈസ് ഇവിടെ നന്നായി കിട്ടിയിട്ടുണ്ട്. റൈസ് ഒന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ല. ബീഫ് തന്നെ നന്നായി കുക്കായിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പൊ നല്ലൊരു സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മുടെ സുർബിയ റൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല വൈറ്റ് റൈസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. റൈസും ബീഫും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വിളമ്പാം, അല്ലെങ്കിൽ റൈസ് ആദ്യം സെർവ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ബീഫ് ഇട്ട് കൊടുത്താലും മതി. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സുർബിയാൻ ബീഫ് ബിരിയാണിക്ക്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പൊ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്